ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ ഉണ്ട്. സിനിമ മൊത്തത്തിൽ പറയുവാണെങ്കിലോ വലിയ തരക്കേടില്ലാത്ത ഒരു സിനിമ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിപ്പോയി. സിനിമ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഒരു ആവറേജ് സിനിമയായിട്ട് തോന്നി. പക്ഷെങ്കിൽ നമ്മൾ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. ആ സിനിമയുടെ ഒരു പ്ലോട്ട് അധികം പറഞ്ഞിട്ടില്ലാത്ത, എന്നാൽ കുറച്ച് സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലോട്ടാണ്. പുരുഷന്മാർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും പിന്നെ ഡിവോഴ്സിന് പോകുമ്പോഴും അങ്ങനെ മാരേജിന് ശേഷം സംഭവിക്കുന്ന പുരുഷന്മാർ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ. മൊത്തത്തിൽ സിനിമ ഒരു ജയഹയുടെ ജെൻഡർ സ്വാപ്പ് പോലാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഒരു പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ അതേ പ്ലോട്ട് തന്നെ തിരിച്ച് ജെൻഡർ സ്വാപ്പ് ചെയ്ത് വന്നതുപോലാണ് എനിക്ക് തോന്നിയത്. പക്ഷെങ്കിൽ ഇതില് വരുന്ന ഒരു കോർട്ട് സീന്, പിന്നെ അതിലെ കുറെ സീന്, ഡയലോഗ്, അതെല്ലാം എടുത്തു പറയേണ്ടതാണ്. പിന്നെ പെർഫോമൻസ് എല്ലാം എടുത്തു പറയേണ്ടതാണ്. പക്ഷെങ്കിൽ ഇതൊരു സിനിമയായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ 150 രൂപ കൊടുത്ത് 2 മണിക്കൂർ 3 മണിക്കൂർ കൊടുത്ത് അതിനകത്ത് ഇരിക്കുമ്പോൾ ഫുള്ള് നമ്മളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന ട്വിസ്റ്റ് എന്തായിരിക്കാം എന്നുള്ളൊരു ഇത് വന്നു. അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പോരായ്മ. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വളിപ്പ്, അതൊന്നും വർക്കാവില്ല. തമാശ ഒന്നും വർക്കായില്ല. പിന്നെയും സിനിമയിൽ കുറച്ചെങ്കിലും ഇതായിട്ടുള്ളത് ആ ഒരു സിനിമ ഫുള്ള് സീരിയസ് ആയ മോഡിൽ തന്നെ നിന്നിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി നന്നായിരുന്നെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.